ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. രണ്ടാളോടും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാണ് പറഞ്ഞത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം വന്നു. അദ്ദേഹത്തിനും ഭാര്യയുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. സാമി എന്ന് പേരുള്ള മക്കളുണ്ടായിരുന്നു, യാഫിസ് എന്ന് പറയുന്ന മകനുണ്ടായിരുന്നു. അങ്ങനെ ചരിത്രം പറയുന്നു. ഭാര്യയെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. കുടുംബമായി ജീവിച്ച നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ പറ്റി പറഞ്ഞിട്ട് ഭാര്യയെ പറ്റി പറഞ്ഞിരിക്കുന്നത് കാഫിരീങ്ങൾക്ക്, നന്ദികെട്ടവർക്ക്, നിഷേധികൾക്ക് മാതൃകയായ പെണ്ണാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. എന്തേ പറ്റിയത്? ഭർത്താവ് ഒരു കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ സന്ദേശവുമായി ജനങ്ങളെ പഠിപ്പിക്കുന്നു, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. രാപ്പകലില്ലാതെ, രാവും പകലും വ്യത്യാസമില്ലാതെ, ഉച്ചത്തിലും പതുക്കയുമൊക്കെ ആയിക്കൊണ്ട് അള്ളാഹന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭാര്യയാവട്ടെ അതിൽ പോലും അംഗീകരിക്കാതെ നിഷേധിയായി ജീവിച്ച രംഗം പഠിപ്പിക്കുന്നു. പൊന്നാര മോനത അവസാന ഘട്ടത്തിൽ പ്രളയം വരാൻ പോകുന്ന ഘട്ടം വന്നപ്പോഴും നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇർകം മഅനാ, നീ ഞങ്ങളുടെ കൂടെ, മുഅ്മിനീങ്ങളുടെ കൂടെ ഈ കപ്പലിൽ ഒന്ന് കയറണം. ഫലാ തകും മഅൽ കാഫിരീൻ, ദയവ് ചെയ്ത് നീ കാഫിരീങ്ങളുടെ കൂട്ടത്തിലാകരുത്. ഭാര്യ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ, മോനെ നീ കാഫിരീങ്ങളെ കൂട്ടത്തിൽപ്പെടരുത്. പക്ഷെ ഇന്നത്തെ മക്കളെ പോലെ തന്നെ അന്നുണ്ടായിരുന്ന മക്കൾക്കും കുറച്ചൊക്കെ ഒരു വാപ്പാനോട് ഉമ്മാനോടുള്ള ധിക്കാരത്തിന് ഉദാഹരണം പറയാ. ആ മകൻ പറഞ്ഞു, വാപ്പാ, നിങ്ങളും നിങ്ങളുടെ തൗഹീദും നിങ്ങളുടെ ഇസ്ലാമൊക്കെ ആയിട്ടാണ് പോയാ മതി. ഞാൻ ഏതെങ്കിലും ഒരു മഅ്സലിൽ, ഏതെങ്കിലും ഒരു ജബൽ അപ്പാ, എന്ത് പ്രളയം വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കുന്നിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാ. നിങ്ങളുടെ കപ്പലും വേണ്ട, നിങ്ങളുടെ സഹായവും എനിക്ക് വേണ്ട. കുടുംബത്തിൽ എല്ലാവരും ഒരുപോലെ വിശ്വാസത്തെ സ്വീകരിക്കൂല എന്നുള്ളതും ആദിമ കാലഘട്ടം മുതലുള്ളത്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന പ്രിയപ്പെട്ട പ്രവാചകർ, ഇസ്രായേൽ എന്ന പേരുള്ള യാക്കൂബ് നബി അലൈഹിസ്സലാം 12 മക്കളെയാണല്ലോ അല്ലാഹു തആല സമ്മാനിച്ചത്. എന്നിട്ട് അവസാനം അതാ 2 മക്കളെ കാണാതെയായി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെയായി. പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ബിന്യാമീനെയും കാണാതെയാകുന്നു. മക്കളെ കാണാതെ വിഷമിച്ചിരിക്കുന്ന ഏതൊരു മാതാവിന്റെ, പിതാവിന്റെ മനസ്സിന് മറുപടിയാണ് ആ പ്രവാചകർ ക്ഷമയോടുകൂടെ അതിന് നേരിടുകയാണ്. അവസാനം വെച്ച് ബിന്യാമീനെയും കാണാതെയായ സമയത്ത് യാക്കൂബ് നബി സങ്കടത്തോടെ പറയാണ്, ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ ആവലാതി, എന്റെ വേവലാതി, എന്റെ സങ്കടം, എന്റെ പ്രയാസങ്ങൾ അല്ലാഹ് നിന്നിലേക്ക് ഞാൻ മടക്ക. മക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ബുദ്ധിമുട്ട് വന്നപ്പോ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും പടച്ചോനെ നിന്നിലേക്ക് അങ്ങോട്ട് തരികയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവും നമ്മൾ ഓർമ്മപ്പെടുത്തി. കുടുംബത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ കടന്നു വന്നു. ഇബ്രാഹിം അല്ലദീ വഫാ. ഞാൻ പറഞ്ഞത് കുടുംബം എന്ന സംവിധാനം ഇങ്ങനെ കേരളത്തിൽ എടക്കരയിൽ കരുനച്ചിയിൽ ഉണ്ടായി പൊട്ടി മുളച്ചതൊന്നുമല്ല. ഇത് കാലങ്ങളായിട്ടുള്ള സിസ്റ്റമാണ്. അവരെ മാതൃകയായി ഖുർആൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പരീക്ഷണങ്ങൾ വന്നു. മക്കളെ കിട്ടാൻ വേണ്ടി എത്രയാ പ്രാർത്ഥിച്ചത്. നമ്മളൊന്നും ആഗ്രഹിക്കാതെ, കൊതിക്കാതെ സുപ്രഭാതത്തിൽ നമുക്ക് റബ്ബ് എത്ര മക്കളെ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രവാചകന്മാര് പോലും മക്കളില്ലാതെ വിഷമിച്ചപ്പോ റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ, നമ്മളൊക്കെ ഒരു കുട്ടി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നബിമാർ ആഗ്രഹിക്കുന്നത് സാലിഹീങ്ങളായ മക്കളെ തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വയസ്സാങ്കാലത്ത് 2 മക്കളെ കിട്ടുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ്. 2 മക്കളെ ചോദിച്ചത്, കിട്ടിയത് 2 നബിമാരെയാണ്. അതിനു മാത്രം ജീവിതം കൊണ്ട് പരീക്ഷണം അനുഭവിച്ച് റബ്ബിനങ്ങ് തവക്കുൽ ചെയ്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ആറ്റുനോറ്റ് കാത്തിരുന്നുണ്ടായ പൊന്നുമോനെ ഒന്ന് അറക്കണമെന്ന്, കഴുത്തിൽ കത്തിവെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മകൻ എന്താ പറഞ്ഞിരിക്കുന്നത്?
നിങ്ങളോട് അള്ളാഹ് എന്താണോ പറഞ്ഞത് നിങ്ങളത് ചെയ്തോളൂ. സതജിദുനീ ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരെ നിൽക്കുന്നവനല്ല, അള്ളാഹ്ക്കെതിരെ നിൽക്കൂല. നിങ്ങൾക്ക് എന്താണോ റബ്ബിന്റെ തീരുമാനമെങ്കിൽ ക്ഷമയോടെ ഞാനത് കൈകാര്യം ചെയ്തോളാം, എനിക്ക് പ്രശ്നമല്ല വാപ്പാ. നമ്മളെ മക്കളാണെങ്കിൽ എന്താ പറയാ, നിങ്ങൾ എന്റെ വാപ്പ എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ എന്റെ മേല് തൊട്ട് കളിച്ചാണ്ടല്ലോ എന്റെ സ്വഭാവങ്ങൾ അറിയും. തക്കുവള്ള കുടുംബമായി മാറണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, അവിടേക്ക് വരികയാണ് ഞാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലും ഇത്തരം പ്രയാസങ്ങളും കുടുംബപരമായ പ്രയാസങ്ങൾ എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വം കിട്ടുന്ന ആ നാളിലും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചവരായിരുന്നു. പ്രവാചകന്മാരുടെ തഖ്വയും ഭക്തിയും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല, പക്ഷെ അവരെ പഠിക്കാൻ, അവരെ മാതൃകയാക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന നിങ്ങളുടെ പിതാവിന്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കണം. ഇബ്രാഹിം നബിന്റെ മാർഗം സ്വീകരിക്കാതെ മാറി നിൽക്കുന്നവൻ വിഡ്ഢിയല്ലാതെ മറ്റൊന്നുമല്ല. എന്നിട്ട് നബി തങ്ങളോട് പോലും പറയണത് ഇബ്രാഹിം നബിന്റെ മാർഗം പിൻപറ്റണം, സമ്പൂർണമായ അനുസരണം വേണം, ക്ഷമ വേണം, തവക്കുൽ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യമായി വിവാഹം കഴിഞ്ഞിരിക്കുന്ന ഘട്ടം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന ഖദീജ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഒരുപാട് ഭാര്യമാരോടൊപ്പം ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ജീവിതത്തിലേക്ക് മാതൃകയാക്കാവുന്ന 23 വർഷക്കാലത്തെ ഖുർആനിന്റെ ഹദീസിന്റെ അധ്യാപനങ്ങൾ, സ്വഹാബത്ത് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മാർഗങ്ങൾ എല്ലാം പഠിപ്പിച്ചു തന്നിട്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂഹു അൻഫുസകും വഅഹ്ലീകും നാറാ. എല്ലാ വാപ്പാന്റെയും ഉമ്മാന്റെയും ഡ്യൂട്ടി അവിടെ പഠിപ്പിച്ചു കൊടുത്തു. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷിക്കണേ. നമ്മളെ തടി പോയാ പോരാ, എന്റെ മകൻ, എന്റെ മകൾ, എന്റെ പേരക്കുട്ടികൾ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള പണികൾ നിങ്ങൾ ചെയ്യണേ, നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം നരകമെന്ന് പറഞ്ഞാൽ വഖൂദുഹന്നാസ് വൽ ഹിജാറ, ഇവിടെ മനുഷ്യനും അതുപോലെ കല്ലുകളും കത്തിക്കുന്ന ലോകമാണ്. അവിടുത്തെ മലായികത്തുകൾ അതാ അവര് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, ദയ തോന്നാത്ത, അലിവ് തോന്നാത്ത ഗിലാദുൻ ഷിദാദുമാരാണ്. അല്ലാഹ് എന്തു പറഞ്ഞാലും അത് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. അല്ലേ, നാട്ടിലൊരു രോഗം പരക്കുണ്ടെന്ന് വിചാരിച്ചോ, ആ രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാസ്ക് ഇടാൻ പറയും, കൈ കഴുകാൻ പറയും. എന്തെങ്കിലും ഒരു അപകട സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അതിന് രക്ഷപ്പെടാനുള്ള എല്ലാ പണിയും ചെയ്യും. ഏത് കാര്യത്തിലും ദുനിയാവിന്റെ വിഷയം വന്നാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് മെനക്കെടും. പക്ഷെ ഈ ഒരു വിഷയത്തിലേക്ക്, നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെടാനുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്ര ശ്രദ്ധ കാണിക്കാറുണ്ട്? ഇത് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ ആയത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി ജീവിക്കാൻ തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ, നബിയായി ജീവിക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ അവിടുന്ന് രഹസ്യമായി പ്രബോധനം ചെയ്യാൻ ഓരോ വ്യക്തികളോട് കണ്ട് സംസാരിക്കാൻ, ഓരോ വ്യക്തികളെ, കുടുംബത്തിലുള്ള ആളുകളെ സ്വകാര്യമായി കാണാൻ. യാ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്, സഫിയ ബീവിനെ വിളിച്ചു. യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, യാ ബനി അബ്ദുൽ മുത്തലിബ്, ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് ദുനിയാവിൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് പണം തരാം, മറ്റെന്തെങ്കിലുമൊക്കെ സൗകര്യം തരാം, പക്ഷേ നാളെ പരലോകത്ത് വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിന് വകുപ്പില്ല. അപ്പോഴാണ് അവിടുന്ന് കുടുംബത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അബൂലഹബൊക്കെ ചാടി എണീറ്റ് വീഴാൻ തുടങ്ങി. അങ്ങനെ കുടുംബത്തിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ മിണ്ടാതിരിക്കണ്ട. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. ആദ്യകാലത്ത് ഇറങ്ങിയ ആയത്തുകളിൽ പെട്ട ആയത്താണത്. വസിയാബക ഫതഹിർ. അതിന്റെ മുമ്പ് എന്താ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ ഖും ഫഅൻദിർ, നിങ്ങൾ താക്കീത് ചെയ്യണം നബി. ജനങ്ങൾക്കുള്ള താക്കീതുകൾ കൊടുത്തുകൊണ്ടിരിക്കണം.
ആർക്കാണ് എവിടുന്നാ തുടങ്ങേണ്ടത്? വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നിങ്ങളുടെ കുടുംബം മുതൽ നിങ്ങൾ അവിടുന്ന് താക്കീത് ആരംഭിക്കണം. അങ്ങനെ ആദ്യം കുടുംബക്കാരോടായിരുന്നു അവിടുന്ന് പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. ഖദീജ ബീവിക്ക് അത് മനസ്സിലായി. ഖദീജ ബീവി വിശ്വസിച്ചു. കുടുംബത്തിൽ താമസിച്ചിരുന്ന അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. അലി റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. കുടുംബത്തിൽ ഇടക്കിടക്ക് സംസാരിക്കാനും സുഹൃത്ത് ബന്ധത്തിനും വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ മതം അവർ സ്വീകരിച്ചു. അങ്ങനെ ഒരു തല മുതൽ അവിടെ നിന്ന് ഇസ്ലാമിന്റെ പ്രചരണം ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു മേഖലയാണ് കുടുംബത്തിന്റെ സുരക്ഷിതത്വം. അത് ഭക്തിയുള്ള ഈമാനുള്ള അവസ്ഥയിലേക്ക് എത്താനാണ് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബേ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ. കുടുംബത്തെക്കുറിച്ചുള്ള ബേജാറ് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സ്വന്തം മക്കളെ അടുത്തേക്ക് വിളിച്ച് വസ്വാബിഹാ ബനീ ഇബ്രാഹിം വ യാഖൂബ്. ഇബ്രാഹിം നബി, യാക്കൂബ് നബി മരണത്തിന്റെ ഘട്ടം വരുന്ന, ഇനി ദുനിയാവിലെ ഒരു ഉപദേശ നിർദ്ദേശത്തിന് വകുപ്പില്ലാത്ത സമയം വരുന്ന സമയത്ത്, അന്ത്യസമയത്ത് പോലും മക്കൾ അടുത്തേക്ക് വിളിച്ചിട്ട് വസിയത്ത് കൊടുക്കുകയാണ്. ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ. മക്കളെ, നിങ്ങൾക്ക് അല്ലാഹു ഒരു മതം തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. മതമില്ലാത്തവരല്ല ഇവിടെ വേണ്ടത്. ഇവിടെ LGBT-ക്കാരല്ല വേണ്ടത്. ഇവിടെ മഴവില്ലിന്റെ അഴകുമായി നടക്കുന്നവരല്ല വേണ്ടത്. ഒരു മതവും സുരക്ഷിതമായി അതിന്റെ നിർദ്ദേശങ്ങളും അടക്കമുള്ള ആ ദീന് നിങ്ങൾ കൈവടിയല്ലേ. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. ഇതിനാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മുടെ പള്ളികളും നിരന്തരമായ നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങളും. ഈ ദീന് ജനങ്ങളെ എത്തിച്ചു കൊടുക്കണം. കുടുംബത്തിൽ അത് അറിയണം, അവരോട് ഓർമ്മപ്പെടുത്തണം. മക്കളൊക്കെ ഇസ്ലാമികമായ നല്ല അന്തരീക്ഷത്തിൽ മരിക്കാൻ സാധിക്കണം. അങ്ങനെ ഓരോരുത്തരും യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ മരിച്ചാൽ മക്കളെ നിങ്ങൾ എന്തിനെയാണ്, ആരെയാണ് ആരാധിക്കുക? അവർക്കുള്ള വിഷമം ബേജാറും അവിടെയൊന്നും. കാലൂ, അവര് പറഞ്ഞു, നഅ്ബുദു ഇലാഹക, പാപ്പാ നിങ്ങൾ ആരാധിച്ച ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ആ അല്ലാഹനെയാണ് ഞങ്ങൾ ആരാധിക്കുക. മരിക്കുന്നതിന്റെ സെക്കൻഡിന് മുമ്പ് പോലും അവരുടെ മനസ്സിൽ തന്റെ മക്കൾ ഭാവിയിൽ കൈവിട്ടു പോകുമോ എന്ന് പേടിയുള്ളവരായിരുന്നു. നമ്മളൊക്കെ വീട്ടിലൊന്ന് വെച്ച് വായിച്ചു നോക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ലുഖ്മാനുൽ ഹകീം എന്ന മനുഷ്യർ, അദ്ദേഹം പ്രവാചകനല്ലാതിരുന്നിട്ട് പോലും തന്റെ മകനോട് കൊടുത്ത 10 ഉപദേശങ്ങൾ ഒരു സൂറത്തിലൂടെ പഠിപ്പിക്കുക. ഖുർആനില് ഒരു മനുഷ്യന്റെ ഉപദേശം, മകനോട് മകളോട് കൊടുത്തിരിക്കുന്ന ഉപദേശം കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമോനെ, നീ ഭൂമിയിലോ ആകാശത്തിലോ പാറക്കുള്ളിലോ എവിടെ വെച്ചുകൊണ്ടൊരു പ്രവൃത്തി ചെയ്താലും, നീ അത് എവിടെ ഒളിപ്പിക്കാൻ നോക്കിയാലും പടച്ചോനത് കാണും, അത് കൊണ്ടുവരും. അപ്പാനെ മുമ്പിൽ ഒളിപ്പിച്ചു വെക്കാം, മക്കളുടെ മുമ്പിൽ ഒളിപ്പിച്ചു വെക്കാം, ഭാര്യന്റെ മുമ്പിൽ ഭർത്താവിന്റെ മുമ്പിൽ ഒളിപ്പിച്ചു വെക്കാം, മറച്ചു വെക്കാം. അല്ലാഹു അത് തിരിച്ചു കൊണ്ടുവരുന്നവനാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്കതിനോട് ചേർത്ത് വെക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലെ ഓരോരുത്തരും തഖ്വയുള്ളവരാകലാണ് അതിന്റെ മാനദണ്ഡം. അതാണ് നമ്മുടെ പ്രാർത്ഥന. എന്താണ്? റബ്ബേ എന്നെ നന്നാക്കണേ എന്നാണോ? റബ്ബേ എനിക്ക് കൺകുളിർമ തരണേ എന്നാണോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. ഇബാദുർ റഹ്മാൻ എന്ന സത്യവിശ്വാസികളായ അടിമകളുടെ പ്രാർത്ഥന പറഞ്ഞത്, അവരൊക്കെ നന്നായി റബ്ബിലോട് ദുആ ചെയ്യുന്നത്, റബ്ബേ ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ. വേണം, മക്കളിലൂടെ ഇണകളിലൂടെ സന്തോഷവും കൺകുളിർമയും ഞങ്ങൾക്ക് തരണേ. ഖുറത്തഅയുൻ. പിന്നെ പറഞ്ഞ വാക്കെന്താ അറിയോ? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ.
ഞങ്ങളെ മുത്തക്കിയാക്കണേന്നല്ല, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് നേതാക്കന്മാരാക്കണേ, എല്ലാം കൂടിയ ടൈപ്പാക്കി മാറ്റണേന്നാണ്. ഇന്ന് എന്താണ് കുടുംബാന്തരീക്ഷങ്ങൾ എവിടെയാണ് എത്തിക്കൊണ്ട് ഇത് പ്രാർത്ഥിക്കുന്ന നമ്മൾ എവിടെയാണുള്ളത്? ഈ പ്രാർത്ഥനയുള്ള ഇബാദുർ റഹ്മാൻ, അതിനുവേണ്ടി പണിയെടുക്കുന്നവർ ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സ്വബറൂ, ക്ഷമിച്ചതിന്റെ ഭാഗമായി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ മാളികകളാണ് അവർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഖാലിദീന ഫീഹാ, അവരവിടെ സുഖത്തിലായി ശാശ്വതരാണ്. ഹസുനത്ത് മുസ്തഖറം വ മുഖാമ, എത്ര നല്ല സ്ഥലമാണത്. ആ മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹ് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം, അത് മനസ്സുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാനുള്ള ഭാഗം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും. നാട്ടിൽ വിലല്ല, പള്ളിയിൽ വിലല്ല, കുടുംബത്തിൽ വിലല്ല, പടച്ചോന്റെ അടുത്ത് നമുക്കൊരു വിലയും ഒരാദരവും ബഹുമാനവും ഉണ്ടായി. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ, സ്വർഗം നമുക്ക് കിട്ടുകയാണെങ്കിൽ കോടീശ്വരൻ നീ തന്നെ കാലത്തിലും. നമ്മൾ വലിയ കോടീശ്വരനാണ്. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും, ആർക്കൊക്കെ നമ്മളെ വിലയില്ല നിലയില്ല, നമ്മളെന്തോ ആക്കിക്കോട്ടെ, സ്വർഗം നമുക്ക് ലഭിക്കുമെങ്കിൽ നമ്മൾ വലിയ നേട്ടത്തിലാണ്. അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ സ്വർഗമാണ് നമ്മുടെ മുമ്പിൽ കിടക്കിൽ പടച്ചോണ്ടേക്കുന്നത് കിട്ടാൻ വേണ്ടി. ഇതിനെന്താ പണി? ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടികൾ കൃത്യമായി ദീനിയായ രൂപത്തിൽ പാലിക്കാം. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഭാര്യക്ക് മാത്രമല്ല ഭർത്താവിനുണ്ട്, മാപ്പാക്ക് മാത്രമല്ല മക്കൾക്കുണ്ട്. ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം ചോദ്യം ചെയ്യപ്പെടും, ഉറപ്പാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നെ നിങ്ങൾക്ക് റബ്ബ് തന്ന നിഅമത്തുകൾ ചോദ്യം ചെയ്യപ്പെടും. സുന്ദരമായി നല്ലൊരു വീട്ടിലാണോ കടന്നുറങ്ങുന്നത്, ചോദ്യം ചെയ്യപ്പെടും. ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ടായിട്ട് ജീവിക്കാണോ, അവരെ പറ്റിയുള്ള നിഅമത്തിനെ പറ്റി ചോദ്യമുണ്ട്. 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മനുഷ്യന് കിട്ടുന്ന ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യമാണ്. 4 കാര്യം. ആ 4 കാര്യത്തെ പറ്റി ചിന്തിച്ചു നോക്കി. അർബഉൻ മിനസ് സആദ, 4 കാര്യങ്ങൾ ഒരു മനുഷ്യന് സൗഭാഗ്യമാണ്. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് അൽ മർഅതു സാലിഹ, നല്ലൊരു ഭാര്യനെ കിട്ടുക. ഒരു നല്ല സാലിഹത്തായ ഒരു ഭാര്യനെ കിട്ടുക എന്ന് പറയുന്നത് സൗഭാഗ്യമാണ്. അതിന്റെ അർത്ഥം എന്താ? അത് എല്ലാവർക്കും അങ്ങനെ വാരി വേദരി കൊടുക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് അൽ മർഅതു സാലിഹ, ഒരു സാലിഹത്തായ ഭാര്യയാണ്. പിന്നീട് പറയുകയുണ്ടായി ഒരു മർഅത്തുൻ സാലിഹയുണ്ട്, അതുപോലെ തന്നെ വൽ മസ്കനുൽ വാസിഅ, വിശാലമായ ഒരു വീട്. തനിക്കും തന്റെ കുടുംബത്തിനും സ്വകാര്യതകൾ മറച്ചുവെക്കാൻ വിശ്രമിക്കാൻ പറ്റുന്ന വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്തൊരു വീട്ടിൽ ഒരു മനുഷ്യന് താമസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ സൗഭാഗ്യവാനാണ്. വൽ മർക്കബുൽ ഹനീ, പാകമത്തോ ഒരു വാഹനമുണ്ടോ, ഭാഗ്യവാനാണ്. വൽ ജാറു സാലിഹ്, ഒരു സാലിഹായ നല്ല ഉപകാരമുള്ള ഒരു അയൽവാസി ഉണ്ടോ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഭാഗ്യമാണ്. വീട്, വാഹനം, ഭാര്യ, അയൽവാസി, ഇതെല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ടവരാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതെല്ലാം ലഭിച്ചവരോട് പടച്ചറപ്പ് പറഞ്ഞതാണ് എല്ലാം ചോദ്യം ചെയ്യപ്പെടും. എല്ലാ നിഅമത്തുകൾക്കും അല്ലാഹുവിനോട് കണക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. ലഇൻ ശക്കർതും ലഅസീദന്നകും, അല്ലാഹ് നിങ്ങൾക്ക് തന്ന നിഅമത്തുകൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അധികം അധികം അല്ലാഹ് തന്നുകൊണ്ടിരിക്കും.
വലഇൻ കഫർതും നിങ്ങളെങ്ങാനും അല്ലാഹുവിനോട് നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ വല്ലാത്ത കഠിനമായിരിക്കും. അള്ളാഹ്ക്ക് നന്ദിയുള്ള ഒരു കുടുംബത്തിന്റെ നല്ലൊരു മനസ്സെങ്ങനെ ഉണ്ടാവണം. ഇതൊക്കെ തന്ന റബ്ബിൽ, അപ്പയെ തന്ന, ഉമ്മയെ തന്ന, ഭാര്യയെ തന്ന, മക്കളെ തന്ന, ജോലിയും വരുമാനങ്ങളും സംവിധാനങ്ങളും വേഷവസ്ത്രങ്ങളെല്ലാം തന്ന അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നന്ദിയുള്ളവനാകണമെന്ന ചിന്ത എല്ലാ നമസ്കാരം കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത് അതല്ലേ? അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അബ്ബേ നിനക്ക് ശുക്ർ ചെയ്യാൻ നീ എന്നെ സഹായിക്കണം. അതിന്റെ ഭാഗമാണ് നല്ല ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. മാതാപിതാക്കളെയാണ് ആദ്യമായി ഒരു കുടുംബത്തിൽ പരിഗണിക്കപ്പെടേണ്ടത്. അവിടെ മുതൽ ഒരു കുടുംബത്തിന്റെ അടയാളമാണ്, തഖ്വയുള്ള കുടുംബത്തിന്റെ അടയാളമാണ് അവിടുത്തെ മാതാപിതാക്കളെ പരിഗണിക്കുന്ന, അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒന്നാണോ എങ്കിൽ അത് നല്ല ഒരടയാളമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന വാക്കാണ് വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈആ, ശിർക്കിന്റെ ഒരംശവും നിങ്ങളുടെ ജീവിതത്തിൽ വരരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. ആകാശലോകത്തുള്ള അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തു പറഞ്ഞത് ഭൂമിയിലുള്ള മാതാപിതാക്കൾക്ക് നിങ്ങൾ സുഹൃതം ചെയ്യണം, ഇഹ്സാൻ ചെയ്യണം. എത്ര പേരുണ്ട് സുഹൃത്തുക്കളെ? ആലോചിക്കുക. ഈ വിഷയത്തിന്റെ ഗൗരവം അറിയാത്തവരാണോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വിശുദ്ധ ഖുർആനിലെ 2-3 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. വഅഖീമുസ് സ്വലാത വആതുസ് സക്കാ, നിങ്ങൾ നോമ്പ് നോൽക്കണം, നിങ്ങൾ നിസ്കരിക്കണം, സകാത്ത് കൊടുക്കണം. ഒരുമിച്ചാണ് പറഞ്ഞത്. ഇതിൽ ഒന്ന് പോരാ, രണ്ടും വേണം. വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. ഖുർആനും വേണം, ഹദീസും വേണം. പിന്നെ പറഞ്ഞതാണ് വഅബ്ദുല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ, അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. ഇത് ഒത്തു പറഞ്ഞതാ. നമസ്കാരം ശരിയാണ്, നോമ്പ് ശരിയാണ്, സകാത്തൊക്കെയാണ്, ഹജ്ജൊക്കെ 2-3 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വബിൽ വാലിദൈനി ഇഹ്സാനാ എന്ന വിഷയമെടുത്താൽ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? യതീമുകളെ പോലെ, മക്കളില്ലാത്തവരെ പോലെ മിണ്ടാനാളില്ല, സംസാരിക്കാനാളില്ല, ഒന്ന് പരാതി പറയാനോ പ്രശ്നങ്ങൾ ഉന്നയിക്കാനോ ആവശ്യങ്ങൾ ഉന്നയിക്കാനോ മക്കളില്ല. മക്കള് വിളിക്കാറില്ല, മക്കള് കാണാറില്ല. പക്ഷേ ജോലി തിരക്കോ അല്ലെങ്കിൽ പുറത്തോ അകത്തോ എവിടെയാവട്ടെ, അങ്ങനെ 2 പേരുണ്ടെന്നത് ഓർക്കുക പോലും ചെയ്യാത്തവരൊക്കെ മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ എത്രയെത്ര ആയത്തുകളാണ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. ഗൗരവത്തോടെ കാണണം. മാതാപിതാക്കൾ പരിഗണിക്കപ്പെടേണ്ടവരാണ്. മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടെങ്കിലേ അള്ളാഹ്ക്ക് പോലും ആ വ്യക്തിയെ തൃപ്തിയുള്ളൂ. മാതാപിതാക്കൾക്ക് ആ മകനോട് മകളോട് കോപമാണ്, ദേഷ്യമാണെങ്കിൽ അള്ളാഹ്ക്ക് അയാളോടും കോപമാണ്, വെറുപ്പാണ്, ദേഷ്യമാണ്. ഒരു സഹാബി വന്ന് നബിനോട് ചോദിക്കും, നബിയെ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവർ മരിച്ചാൽ ഞങ്ങൾക്ക് അവരോട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് കാര്യം ചെയ്യാണ്ട്, മരിച്ചാലും തീരാത്ത ബാധ്യതയായി നബി തങ്ങൾ പറഞ്ഞു വേണം, ചെയ്യാനുണ്ട്. ഇസ്തിഗ്ഫാർ, അവർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നടത്തണം, പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെയോ അവർ തൻഫീദി വഅദിഹിമ, അവർക്ക് എന്തെങ്കിലും കരാറുകൾ പറഞ്ഞിട്ടുണ്ടോ പൂർത്തിയാക്കി കൊടുക്കണം. വഇക്റാമി സ്വദീഖിഹിമ, അവരുടെ സുഹൃത്തുക്കളോടുള്ള ആദരവും ബന്ധവും സൂക്ഷിക്കണം. അവർ നേർച്ചകളാക്കിയിട്ടുള്ള വല്ല കാര്യങ്ങളും ഉണ്ടോ, അവരുടെ നോമ്പ് ബാക്കിയുണ്ടോ, ഹജ്ജ് ബാക്കിയുണ്ടോ, അത് വേഗം വീട്ടണം, കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഇങ്ങനെ അവരോടുള്ള കാര്യങ്ങൾ, കടപ്പാടുകൾ, മരിച്ചാൽ പോലും തീരാത്ത കടമയുണ്ടെങ്കിൽ, എത്രയോ വീടകങ്ങളിൽ നിന്ന് പരാതികളുമായി കടന്നു വരുന്നത് തന്റെ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത മക്കളെ കുറിച്ച് കണ്ണീരോടെ മക്കൾ ഉണ്ടായിട്ട് വിഷമിക്കുന്ന, കരയുന്ന എത്രയോ ആളുകളുണ്ടെങ്കിൽ ആലോചിക്കുക. ഓരോ മാതാവിനോടും പിതാവിനോടുമുള്ള കടമ നിർവഹിക്കാത്ത മനുഷ്യൻ തഖ്വയുള്ളവനല്ല. ആ കുടുംബം തഖ്വയുടെ അടയാളമല്ല. അത് പരിഗണിക്കാതെ വേറെ എന്തുണ്ടെന്ന് പറഞ്ഞാലും അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല.
മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തൊരു വൃദ്ധസദനുണ്ട്. ഒരിക്കലും അവിടെ ഒരു സന്ദർശനത്തിന് വേണ്ടി പോയപ്പോൾ താടി വെച്ച ഹാജിമാർ, തൊപ്പി വെച്ച ഹാജിയാര്, കുറെ ആത്തുമ്മമാര്, മമ്മൂട്ടിമാര്, അവരോട് ചോദിച്ചു മക്കളൊക്കെ ഉണ്ടോ? അവരൊക്കെ പുറത്താ ഉസ്താദേ. 2-3 മക്കളൊക്കെ ഉണ്ട് ഇവിടെ കൊടുന്നിട്ടുക. ചിലരോടൊക്കെ ചോദിച്ചു മക്കളൊക്കെ വരലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പറയാണ് വരുമല്ലോ, എപ്പോഴെങ്കിലൊക്കെ വരും, ഇവിടെ കൊടുക്കാളൊക്കെ കൊടുത്തിട്ട് അവർ പോവും. എന്നിട്ട് പിന്നെ കരയും. പണ്ട് ഏതോ നാട്ടിലുണ്ടായിരുന്ന ചരിത്രമാണ് ഈ വൃദ്ധസദനം. ഇന്ന് നമ്മുടെ മുറ്റത്ത് വന്നില്ല, എല്ലാ വില്ലേജിലും ഇനി എല്ലാ പഞ്ചായത്തിലും വരാൻ പോവാണ്. ഇതൊക്കെ പുതിയ കാലഘട്ടത്തിലും സംസാര വിഷയം തന്നെയാണ്. ഇതൊന്നും പണ്ടുണ്ടായതല്ല. എങ്കിൽ നമ്മൾ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും. അതുകൊണ്ടൊരു കുടുംബത്തിന്റെ നെടുന്തൂണ് ബാപ്പാനെ ഉമ്മാനോടുള്ള നമ്മുടെ കടപ്പാടാലോചിക്കും. ബാപ്പയാരാണ്? എത്ര ദേശക്കാരനാണെങ്കിലും എന്തൊക്കെ വാശി കാണിച്ചാലും എന്തൊക്കെ ചെയ്താലും സ്വന്തം സ്വപ്നങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഒരുപാട് കാലം കഷ്ടപ്പെട്ടവരാണ്. സ്വന്തം ജീവിതത്തിന്റെ ഒരുപാട് സുഖങ്ങൾ പോലും മക്കളുടെ സുഖത്തിന് വേണ്ടി മിണ്ടാതെ നടന്നവരാണ് വാപ്പമാര്. എത്ര പേരുണ്ട്? ഒരിക്കൽ ഗൾഫ് രാജ്യത്ത് ചെന്ന സമയത്ത് 80 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു മനുഷ്യൻ പോകാനായില്ലേ നാട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇല്ല, മക്കളൊക്കെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് ശരിയാക്കാനൊക്കെ ഉണ്ട്, കുറച്ചും കൂടെയൊക്കെ പണിയുണ്ട്. 80, 60, 70, 80 ഒക്കെ കഴിഞ്ഞ ആളുകളൊക്കെ അവർക്ക് അവരുടെ മക്കളെ സേഫ് ആക്കുക എന്ന വിഷയം ചിന്തിച്ചിരിക്കുക. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. അവരോടുള്ള നമ്മുടെ ആ സ്നേഹബന്ധവും പരിഗണനയും ഇല്ലാതെ പോയാൽ ആ കുടുംബത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ നന്മയുടെ വശങ്ങൾ കടന്നു വരില്ല എന്ന് ചിന്തിക്കുക. അതേപോലെ തന്നെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളോടുള്ള കടമകൾ വല്ലാത്ത ബാധ്യതയാണ്. വിശദീകരിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും നിങ്ങൾ ദീന് പകർന്നു കൊടുക്കുക. നിങ്ങളുടെ സഹോദരിമാർക്ക്, ഭാര്യമാർക്ക്, പെൺകുട്ടികൾക്ക് നിങ്ങൾ ദീന് പകർന്നു കൊടുക്കുക. നരകത്തെക്കുറിച്ചുള്ള താക്കീത് കൊടുക്കുക. മക്കളോടുള്ള നമ്മുടെ ബാധ്യതകൾ ഒരിക്കലും നമ്മൾ വിട്ടുപോകരുത്. എന്തൊക്കെയാ ബാധ്യതകൾ? അവരെ ചെറുപ്പം മുതൽ, അല്ലെങ്കിൽ നോക്കൂ, നിങ്ങളൊരു കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും നല്ല ബാധ്യത, ആ കുട്ടി നന്നാവാനുള്ള ഒന്നാമത്തെ കടമ കല്യാണം നന്നായി, വിവാഹം ശരിയായ രൂപത്തിൽ ഹൈറായ സ്വാലിഹായ ഇണയെ തെരഞ്ഞു കൊടുക്കുക. നമ്മളെപ്പോഴാണ് മക്കളെ പറ്റി ചിന്തിക്കുക? കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ശേഷമാണ് നമ്മൾ മക്കളുടെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യാൻ തീരുമാനിക്കുക. എങ്കിൽ വിവാഹത്തിന്റെ തുടക്കം മുതൽ ആദ്യ നാളുകളിൽ തന്നെ ഞാൻ പെണ്ണന്വേഷിക്കുന്ന ഈ പെൺകുട്ടി എന്റെ ജീവിതത്തിൽ എന്റെ മക്കളുടെ ഉമ്മയാകാനുള്ളവളാണ്. അവൾ നിസ്കരിക്കുന്നവളാവണം, അവൾ മാറുമറക്കുന്നവളാവണം, അവൾ വേഷത്തിലും സംസാരത്തിലും വീട്ടിലും പുറത്തും ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കണം. എന്റെ മക്കളെ ദീനിന്റെ തർബിയത്തിൽ സ്നേഹവായ്പകളോടെ വളർത്തേണ്ടവളെയാണ് ഞാൻ ഈ തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കണം. മക്കളോടുള്ള പ്രധാനപ്പെട്ട ബാധ്യതയാണ് അവർക്ക് ദീന് പഠിപ്പിക്കണം. മക്കളോടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ആലോചിക്കുക. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നിങ്ങൾക്ക് ഒരു മകനോ മകളോ ഉണ്ടോ, നിങ്ങൾ ആ മക്കളുടെ കാര്യത്തിൽ പ്രായം പരിഗണിക്കാൻ മറക്കരുത്. എന്റെ കുട്ടിയാണെന്ന് മാത്രം പരിഗണിച്ചാൽ പോരാ, ആ കുട്ടിന്റെ പ്രായം എന്താണെന്ന് പരിഗണിക്കണം. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നതായിരിക്കാം ഏറ്റവും കുറഞ്ഞ പ്രായമുള്ളവർക്ക് കിട്ടുക. എന്നാൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത്, 1-ാമത്തെ വയസ്സ് മുതൽ 7-ാമത്തെ വയസ്സാകുന്നത് വരെ ആ 7 വയസ്സ് വരെ നിങ്ങൾ അവന്റെ കൂടെ ഒരു കളിക്കൂട്ടുകാരനായി നിന്ന് കൊടുക്കണം. കളിക്കാൻ നിൽക്കേണ്ടി വരും. ഒഴിവില്ലെങ്കിൽ പിന്നെ അത് വേറെ ആലോചിക്കാം. കാലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടി അമ്മക്ക് എതിരെ വന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അന്ന് കൗൺസിലിങ്ങിന് പോയിട്ട് കാര്യമില്ല. 1-ാമത്തെ വയസ്സ് മുതൽ 7-ാമത്തെ വയസ്സ് വരെ നിങ്ങളുടെ കുട്ടിയോടൊപ്പം നിങ്ങൾ കളിക്കുക. ആ കളിയിലൂടെ അവർ പലതും പഠിക്കുന്നുണ്ട്. ആ പ്രായം ഒരു കളിപ്രായമാണ്. അതിനത് ശപിക്കുകയല്ല, ദേഷ്യപ്പെടുകയല്ല. ചുമരിൽ ചിത്രങ്ങൾ വരക്കാം, കളിക്കുമ്പോൾ ജനലിന്റെ ചില്ല പൊട്ടിക്കാം, വീട്ടിൽ അടുക്കളയിൽ ശല്യമാകാം, ഒക്കെ ഉണ്ടാകാം. പക്ഷേ പ്രായം പരിഗണിക്കണേ. അവൻ 7 വയസ്സായിട്ടേ ഉള്ളൂ. അത് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ കളിക്കാൻ സഹായിക്കുക. അടുത്തത് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ടീനേജ് പ്രായക്കാര് അല്ലേ? ആ 7 മുതൽ 14 വയസ്സ് വരെ ടീനേജിലേക്ക് എത്താൻ പോകുന്ന ആളുകൾ, കൗമാരത്തിലേക്ക് എത്താൻ പോകുന്ന ആളുകൾ, ആ പ്രായത്തിൽ നിങ്ങളുടെ ആൺകുട്ടിനെ പെൺകുട്ടിയെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
ആ 7 മുതൽ 14 വരെ നിങ്ങൾ അവർക്ക് നല്ല അദബ് കൊടുക്കണേ. മോനെ, ഈ മുടിവെട്ട് ശരിയല്ല. ഇത് ക്രിസ്ത്യാനോക്കും ലയണൽ മെസ്സിക്കും പറ്റിയ വെട്ടാണ്. ഒരു പൈസക്ക് കളിക്കുന്ന ആൾക്കാരാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും പറ്റിയ കോലങ്ങളൊന്നും ഞമ്മക്ക് പറ്റൂല. മോനെ, നമുക്കൊരു ദീനിന്റെ ഷിആറുണ്ട്, ഖസഅ പാടില്ല എന്ന ഹദീസിലുണ്ട്. മുടി മോശമായി പാറി നടന്നു വന്ന ഒരു സഹാബിനോട് നബി ചോദിക്കുകയാണ്, ഒന്ന് ചീകി വെക്കാൻ നിനക്കൊന്നും കിട്ടിയില്ലേ? ഇതൊക്കെ ചോദ്യമാണ്. മക്കളുടെ വിഷയത്തിൽ എന്താണ്? 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ എങ്ങനെ ഭക്ഷണം കഴിക്കലേ, എങ്ങനെയാണ് വാപ്പാനോട് സംസാരിക്കല്, എങ്ങനെയാണ് വീട്ടിൽ അടുക്കും ചുട്ടി ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെ അതബുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മളെ കയ്യിൽ നമ്മൾ ശീലിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അപ്പോൾ ഒരുമിച്ച് കാര്യങ്ങൾ പഠിക്കും. വീട്ടിൽ നിസ്കാരം ഉണ്ടാവും, അപ്പോൾ നിസ്കാരം പഠിക്കും. അങ്ങനെ നമ്മളിലൂടെ അവളെ അതബ് ഉണ്ടാക്കുക. നമ്മളെ അപ്പോൾ അതബ് ഉണ്ടാക്കുക. അവൻ എന്തെങ്കിലും കച്ചറയിൽ പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഉപദേശം, പിന്നെ ഖുർആൻ ക്ലാസ്, പിന്നെ എല്ലാത്തിനും നമ്മൾ മുമ്പിലുണ്ടാവും. കാര്യമില്ല. അടുത്തത് 14 മുതൽ 21 വയസ്സ് വരെയുള്ള പണി അതിനേക്കാൾ ഭാരമേറിയതാണ്. അതെന്താ? ആ 7 വയസ്സുകൾ നിങ്ങൾ അവരൊരു കൂട്ടുകാരനെ പോലെ പെരുമാറണം. കിട്ടൂല, മുതലിനെ കിട്ടൂല നമുക്ക്. പക്ഷെ കിട്ടിയാല് ഒരു സുഹൃത്തിനെ പോലെ നിങ്ങൾ അവരെന്നാൽ എല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന ഒരു പെൺകുട്ടി. ബസ്സിലൊരു പ്രശ്നം ഉണ്ടായി വന്നാൽ എൻ്റെ ഉമ്മാനോട് പറയാൻ പറ്റൂല, എൻ്റെ ഉപ്പാനോട് ഞാൻ പറയില്ല. അങ്ങനെ പേടിച്ചാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ നല്ല ക്ലോസ് അല്ല. എന്തുമുണ്ടെങ്കിൽ വന്ന് പറയാനും സംസാരിക്കാനും എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ് എനിക്ക് സുരക്ഷിതത്വം എന്ന തോന്നലുണ്ടാക്കലാണ് ഒരു കുട്ടിയുടെ അദബുകളിൽപ്പെട്ടത്. നല്ല പേര് വിളിക്കാൻ, നമസ്കാരം 7 വയസ്സ് മുതൽ അതാ നമസ്കാരം ശീലിപ്പിക്കാൻ. 10 വയസ്സായിട്ടും നമസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കാനുള്ള ശിക്ഷണാധികാരം 10 വയസ്സ് കഴിഞ്ഞിട്ട്, അതും നമസ്കാരത്തിന്റെ വിഷയത്തിൽ. നമുക്ക് ദേഷ്യം പിടിക്കുമ്പോൾ തല്ലാളെ യന്ത്രമല്ല നമ്മളെ കുട്ടി. സ്കൂളത്തെ പഠിച്ചില്ല, മദ്രസയത്തെ പഠിച്ചില്ല, അല്ലെങ്കിൽ അവിടെ ചളിയാക്കി, അല്ലെങ്കിൽ ഇവിടെ ഇതാക്കി, ഇതിനൊന്നുമല്ല. പ്രഹരിക്കേണ്ടതും തല്ലേണ്ടതും അടിക്കേണ്ട വിഷയം പറഞ്ഞ ഒറ്റ ഹദീസ്. നിസ്കരിക്കാതെ വന്നാൽ 10 വയസ്സ് കഴിഞ്ഞിട്ടും നമസ്കരിക്കാതെ വന്നാൽ അവരെ അടിച്ചാണെങ്കിലും നിങ്ങൾ അത് ശീലിപ്പിക്കണം. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, മക്കൾ 2 പേരും ആൺകുട്ടികളാണെങ്കിൽ പോലും അവരെ വിരിപ്പിൽ നിന്ന് മാറ്റിക്കടത്തണം. 2 പെൺകുട്ടികളാണോ 2 പേരെയും വേറെ മാറ്റിക്കടത്തണം. ചെറിയ പ്രായം മുതൽ തുടങ്ങണം. ആണ് വേറെയാണ്, പെണ്ണ് വേറെയാണ്. എന്തൊക്കെ എത്ര കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചു വന്നു. മക്കളോടുള്ള നമ്മുടെ തർബിയത്ത് നല്ലോണം ആലോചിക്കുക, ചിന്തിക്കുക. അവർക്ക് വേണ്ടുന്ന എല്ലാ നിലക്കുമുള്ള ഗുണകരമായ കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാവണം. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇമാം ബുഖാരി തങ്ങളുടെ ചരിത്രം പറയുകയാണ്, കണ്ണിന് കാഴ്ചശേഷിയില്ലാതിരുന്ന, വിഷമിച്ചിരുന്ന, പ്രയാസപ്പെട്ടിരുന്ന ഇമാം ബുഖാരി അവസാന കാലഘട്ടത്തിൽ ചന്ദ്രന്റെ നിലാവെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് ഹദീസ് എഴുതിയിരുന്നു. കാരണം എന്തേ? ഉമ്മ നിരന്തരമായി തന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഉമ്മ നിരന്തരമായി പ്രാർത്ഥിച്ചതിന്റെ പേരിൽ കിട്ടിയ എത്ര സംഭവങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. ഓരോ മക്കളും നമ്മുടെ ജീവിതത്തിൽ എത്ര നാളാണ് കൂടെ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. കോഴിക്കോട് ജില്ലയിലുണ്ടായ ഒരു സംഭവം ഓർക്കുക. 8 വയസ്സുള്ള ഒരു മകൻ അസുഖം ബാധിക്കുകയാണ്. എന്നും സ്കൂളിൽ പോകുന്ന ഒരു ദിവസം സ്കൂളിൽ ഒന്ന് വീണു. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവന്റെ ശരീരത്തിൽ നിന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ വരാൻ തുടങ്ങി. നിലത്ത് തട്ടിയ ഭാഗത്തൊക്കെ മുറിവുകളില്ലാതെ തന്നെ ബ്ലഡ് വരാൻ തുടങ്ങി. ചികിത്സിക്കാൻ തുടങ്ങി, ചികിത്സകൾ ആരംഭിച്ചു. അവസാനം 14-ാമത്തെ വയസ്സിൽ രോഗം മാറുമെന്ന് പറഞ്ഞു. സ്കൂളിലേക്കും മദ്രസയിലേക്കൊന്നും വിടാതെ, തട്ടാതെ വീഴാതെ കുട്ടിയെ പൊന്നുപോലെ നോക്കി. 14 വയസ്സാകാൻ 6 മാസം വരെ ബാക്കി നിൽക്കുന്ന ഘട്ടത്തിൽ പല വിരുന്നുകാരും വീട്ടിലേക്ക് കാണാൻ വന്നു മോന്റെ വിവരങ്ങൾ അറിയാൻ. ഒരു ദിവസം വന്ന സമയത്ത് ആ മോനോട് ഉമ്മ പറഞ്ഞു, മോനെ നീ കുറച്ച് ബേക്കറി മേടിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് കാശ് കൊടുത്ത് അങ്ങാടിക്ക് വിട്ടു. തിരിച്ചു വരുന്ന വഴിക്ക് റോട്ടിൽ നിന്ന് ഒരു സ്റ്റെപ്പപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്താണ് ഒരു ലോറി വന്ന് ഇടിച്ച് ആ കുട്ടിയെ തെറിപ്പിക്കുകയും ശരീരം മുഴുവൻ രക്തം വാർന്ന് മരിക്കുകയും ചെയ്ത രംഗം നമ്മൾ ഇന്നും കേൾക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ഓരോരുത്തരും നമുക്ക് ഓരോ കാലഘട്ടം എത്ര വയസ്സുവരെ നമുക്ക് കിട്ടുമെന്നറിയില്ല. കിട്ടുന്ന കാലമത്രയും നമ്മുടെ പക്കൽ നിന്ന് സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ ചിന്തകളില്ലാതെയാക്കാൻ ശ്രമിക്കണം. ഒരു സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികളോട് ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട്ടിൽ ആരങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ വെറും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എഴുതി വെച്ചു, എനിക്കെൻ്റെ വെല്ലിപ്പയോട് ദേഷ്യമാണ്, എൻ്റെ വെല്ലിപ്പയെ എൻ്റെ കൺമുമ്പിൽ കിട്ടിയാൽ ഞാൻ എൻ്റെ വെല്ലിപ്പയെ ഷൂട്ട് ചെയ്ത് കൊല്ലും. എനിക്കൊരു കാരണം ഉണ്ടാവും.
ഇത്രയും ചെറിയ പ്രായത്തിലൊരു കുട്ടിക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ഇതിനൊരു കാരണം ഉണ്ടാവും. ആലോചിക്കുക, നമ്മുടെ കുട്ടികളെ സ്വാലിഹീങ്ങളാക്കി മാറ്റാനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ്. നേരത്തെ ടീൻ സ്പേസ് പറഞ്ഞു, അനുബന്ധമായ നിരവധി പ്രവർത്തനങ്ങളുണ്ട്. ഈ സദസ്സിൽ ഒരുപാട് പ്രായമായവരുണ്ട്, യുവാക്കളുണ്ട്. വളരെ കുറഞ്ഞ ശതമാനമാണ് നമ്മുടെ വിദ്യാർത്ഥി തലമുറ ഉള്ളത്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കിയുള്ളവരെ നമുക്ക് കിട്ടുന്നില്ല. അവരെ ആ രൂപത്തിൽ കണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന സദസ്സുകൾ സംഘടിപ്പിച്ചു കൊടുക്കലാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഓരോരുത്തരും ചിന്തിക്കുക, ഭാര്യയും ഭർത്താവും എന്നതൊരു കുടുംബത്തിലെ അത്താണിയാണ്. വിവാഹം എന്നത് ഒരു ജീവിതത്തിന്റെ കുടുംബത്തിൽ തഖ്വയുണ്ടാക്കുന്നതിന്റെ ഒന്നാമത്തെ ഭാഗമാണ്. നിങ്ങളെല്ലാവരും ദീൻ അനുസരിച്ചുകൊണ്ട് വിവാഹം ചെയ്യുമ്പോൾ ഇണയെ തെരഞ്ഞെടുക്കണേ. തെരിപത്തിയതാക്ക, നിന്റെ കൈകളിൽ മണ്ണ് പുരണ്ടാലും ചളി പുരണ്ടാലും കഷ്ടപ്പെട്ടാലും വാടക വീട്ടിൽ താമസിച്ചാലും പണിയില്ലാതെയായാലും നിന്റെ ഇണ ദീനുള്ളവരായിരിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിനതേറെ ഉപകാരമാണ്. ഇന്ന് വിവാഹരംഗത്ത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? വിവാഹ ദിവസം വരെ അലങ്കോലമാക്കി മോശമാക്കിക്കൊണ്ടിരിക്കുക. കണ്ണൂർ ജില്ലയിൽ കല്യാണങ്ങൾ ഒന്നുകൂടിയും വേറെ രൂപത്തിൽ കോലം മാറിയാണ്. ഒരു കല്യാണത്തിന് ചെന്ന സമയത്ത് അവിടുത്തെ പുതിയാപ്പിളയെ ചെക്കനെ സ്വീകരിക്കാൻ വേണ്ടി അവന്റെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി ഒരു ഫ്ലക്സ് ബോർഡ് അടിച്ചുണ്ടാക്കി അവിടെ കെട്ടിത്തൂക്കി. ആ ഫ്ലക്സിൽ എഴുതി വെച്ചിരിക്കുന്നത് കോഴികളുടെ രാജാവായ ഗിരിരാജ കോഴിയുടെ കല്യാണമാണിന്ന്. ഇത് കാണുന്ന നാട്ടുകാരും കുടുംബക്കാരും എന്താ വിചാരിക്കാന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഫ്രണ്ട്സ് പറഞ്ഞത് ഞങ്ങൾ തമാശക്ക് പണി കൊടുത്താണ്. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു കല്യാണം ഉണ്ടായി. കല്യാണത്തിന്റെ അന്ന് രാത്രി പുതിയണ്ണിന്റെ വീട്ടിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞേക്ക് പുതിയാപ്പിളിന്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ട് ഞങ്ങൾ ഇവനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് കറക്കിയിട്ട് ഇപ്പൊ വരാം. ഒറ്റ പോക്കാണ് അവനെ എടുത്തിട്ട് ഈ പെണ്ണും അവരുടെ കുടുംബവും ഉറക്കൊഴിച്ച് ഒരു ആദ്യ രാത്രി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ആ പെണ്ണ് അവിടെ കാത്തിരുന്നു, വീട്ടുകാർ കാത്തിരുന്നു. എല്ലാം കഴിഞ്ഞ് രാവിലെ 5:30 മണിക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഇറക്കി കൊടുത്തിട്ട് ഞങ്ങളെ പുതിയാപ്പിള. മക്കളോട് ചോദിച്ചു, പെണ്ണു മക്കളെ എന്ത് പണി ഞങ്ങൾ ചെയ്തു? അതേ, ഞങ്ങളെ കല്യാണം ഉണ്ടായപ്പോ ഇവ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എല്ലാം ഒരു തമാശ, എല്ലാതും ഒരു രസം. സഹോദരങ്ങളെ, വിവാഹം എത്രമാത്രമാണ് ഇസ്ലാം പരിശുദ്ധമാണെന്ന് പഠിപ്പിച്ചത്. അന്നികാഹു മിൻ സുന്നത്തിൽ അംബിയാഇ വൽ മുർസലീൻ. കല്യാണം എന്ന് പറഞ്ഞത് അംബിയാക്കന്മാരുടെ മുർസലീങ്ങളുടെ ചര്യയാണ്. വിവാഹം കഴിക്കുന്നതോടെ ഒരാളുടെ ഈമാനിന്റെ പകുതി പൂർത്തിയാവുകയാണ്. അത്രക്ക് ശ്രേഷ്ഠതയെ പഠിപ്പിച്ചത്. സാധ്യമാകുന്നവരൊക്കെ വിവാഹം കഴിക്കണം, അനാവശ്യമായി അത് വൈകിപ്പിക്കരുത്. ശരി, അപ്പൊ ഒന്നാമത്തെ ഒരു വലിയ ഉത്തരവാദിത്തമായി ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഓരോ ഭർത്താക്കന്മാരും ചിന്തിക്കുക, നല്ല ഇണകളെ തെരഞ്ഞെടുക്കാൻ, നല്ല രൂപത്തിൽ വിവാഹം കഴിക്കാൻ, എന്നിട്ട് തന്റെ ഭാര്യയോടുള്ള കടമകൾ മറക്കാതെ നിർവഹിക്കുക. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഒരു ഭർത്താവിന് എന്ത് പണിയുണ്ട് എന്ന് ചോദിച്ചാൽ വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് മര്യാദയോടെ പെരുമാറുക. ഭർത്താക്കന്മാരുടെ മെയിൻ ഉത്തരവാദിത്തം ഭാര്യയെയും കുടുംബത്തെയും കൃത്യമായ സ്നേഹത്തോടെ നല്ല രൂപത്തിൽ അവർക്ക് റിസ്ക് കൊടുത്ത് അവർക്ക് ഭക്ഷണം, വസ്ത്രം, അടിയന്തരമായ ആവശ്യങ്ങൾ ഇതെല്ലാം കൊടുത്ത് ചിലവിന് കൊടുത്ത് വളർത്തേണ്ടവരാണ്. ആ കുടുംബത്തിന് ചുമതലകൾ അവനാണ്. അവരോട് മാന്യമായവർക്ക് പെരുമാറണം, അവർക്ക് ചിലവിന് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അവർക്ക് റിസ്ക് കൊടുക്കണം. ഈ അടുത്തൊരു പരാതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരിക. ഒരു ഭർത്താവ് അയാൾ വീട്ടിലേക്ക് ആഴ്ചയിൽ 1-2 ദിവസം വരുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിറയെ പണം, കച്ചവടത്തിന് പോയ 500-ന്റെ 2000-ന്റെ നോട്ടൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരിക. ആ വീട്ടിൽ ഭാര്യന്റെ അടുത്തോ മക്കൾക്ക് ഒരു 100 രൂപ കൊടുക്കാത്തൊരു മനുഷ്യൻ. ഈ സഹോദരി പ്രശ്നമായി പറഞ്ഞത്, അവരുടെ ആ കാശിൽ നിന്ന് അവരറിയാതെ എനിക്ക് വലിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ചെലവിന് കിട്ടാഞ്ഞിട്ട്, ഭക്ഷണത്തിന് കിട്ടാഞ്ഞിട്ട്, മക്കളുടെ പഠനത്തിന് കിട്ടാത്ത മനുഷ്യൻ മദ്യപിക്കും, നിസ്കാരമില്ല, വേണ്ടാത്തരങ്ങൾ വേറെ പലതുണ്ട്. ഇങ്ങനെ കുടുംബത്തിൽ ഭർത്താവ് ഉണ്ടായിട്ട് കഷ്ടപ്പെടുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അവർക്ക് ചെലവിന് കൊടുക്കൽ ഉത്തരവാദിത്തമാണ്. എത്ര ചെറിയ ജോലിയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും തന്റെ പരിമിതികൾ അനുസരിച്ചുകൊണ്ട് മുകളിലേക്ക് നമ്മൾ ആരും നോക്കണ്ട, നമ്മൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. എന്താ കാരണം?
അല്ലാഹ് നിങ്ങൾക്ക് തന്ന നിഅമത്ത് വലുതാണെന്ന് തോന്നാൻ അതൊരു വലിയ കാരണമാണ്. അതോടൊപ്പം തന്നെ ഭാര്യമാരുടെ വിഷയത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവന്മാർ തന്റെ ഭാര്യമാരോട്, സ്ത്രീകളോട്, കുടുംബത്തിലുള്ളവരോട് നല്ല രൂപത്തിലുള്ള പെരുമാറ്റമുള്ളവരായിരിക്കണം. എത്രയെത്ര ഭർത്താക്കന്മാരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹദീസുകൾ എത്രയെത്ര കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി ഭാര്യമാരാരും ഒരിക്കലും തൊലാക്ക് ചോദിച്ചു വന്നിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല, അതിന്റെ പേരിൽ വിഷമിച്ചിട്ടില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ടും എത്ര ഭാര്യമാരുണ്ടായിട്ടും തന്റെ ഭർത്താവ് എന്ന നിലക്കുള്ള ഒരു പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പരാതിയുമായിട്ട് ഇദ്ദേഹത്തിനോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള പരാതി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ തന്റെ ഭർത്താവ് എന്ന നിലക്കുള്ള ഓരോ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുമ്പോഴും അവിടുത്തെ ഭാര്യമാര്, സ്വഹാബത്തിന്റെ ഭാര്യമാരൊക്കെ ജോലിക്ക് ഇറങ്ങാൻ സമയത്ത് പറയും, നിങ്ങൾ ജോലിക്ക് പോവുകയാണ്, എവിടെയാ പോണത്, എന്താ ജോലി, എത്ര മണിക്ക് വരും എന്നൊക്കെ ശരി അറിയാമെങ്കിലും നിങ്ങളുടെ ജോലിയിൽ ഹലാലും ഹറാമുമായി നിങ്ങൾ നോക്കണം. അതിൽ ഞങ്ങൾ വിശക്കും, അതുപോലെ പട്ടിണി കിടക്കാൻ ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നരകത്തിന്റെ വിറകാകുന്നത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല. ഞങ്ങൾക്കും ഞങ്ങളെ കുട്ടികൾക്കുള്ള ഭക്ഷണം ഹറാമായത് നിങ്ങൾ ഇവിടെ കൊടുന്നു തരരുത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരുന്നു ഭാര്യമാര്. ഭർത്താവിനോടുള്ള ബാധ്യതയിലും ഇതുപോലെ തന്നെയാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒരു പെണ്ണ് തന്റെ ഉമ്മാനേക്കാൾ ഉപ്പായേക്കാൾ ഏറ്റവും അധികം പരിഗണിക്കേണ്ടത് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനെയാണ്. ഭർത്താവിനെയാണ്. എന്ത് ചോദിക്കുക, ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ പറയും, ഓള് പറയും ഓളപ്പയാണ്. അതിനോട് ഏറ്റവും അധികം സ്നേഹമുള്ളതായിരിക്കണം എൻ്റെ ആങ്ങളൊക്കെയാണ്. അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാരെ കൊണ്ടാണ്, ഈ മനുഷ്യനെ കൊണ്ടാണ്. ഭർത്താവിനെ ഒരു നിലക്കും അംഗീകരിക്കാൻ തയ്യാറ്. എന്നാ ഹദീസിൽ വന്ന വാക്ക്, ഏതൊരു പെണ്ണാവട്ടെ അവള് നമസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ, ഭർത്താവിനെ അനുസരിച്ചാൽ, ലൈംഗികാവയവങ്ങൾ സൂക്ഷിച്ചാൽ. നിസ്കാരം നോമ്പും കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഭർത്താവിന്റെ പേരാണ്. ഭർത്താവിനെ അനുസരിച്ചാൽ, അവർ ലൈംഗിക വിശുദ്ധികൾ സൂക്ഷിച്ചാൽ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ അവരോട് പ്രവേശിക്കാൻ പറയും. ഏതൊരു പെണ്ണാവട്ടെ അവൾ മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ തൃപ്തിയോടെയാണ് മരിക്കുന്നതെങ്കിൽ, എല്ലാവർക്കും ഇഷ്ടമാണ്, നാട്ടുകാർക്കും എല്ലാവർക്കും കൂട്ടുകാർക്കും ഒക്കെ എല്ലാവർക്കും റാഹത്തേക്കും. ഒരു ഭർത്താവിന്റെ തൃപ്തിയില്ലാതെയാണ് ജീവിച്ചു കാണിച്ചതെങ്കിൽ സ്വർഗത്തിലെത്താൻ കഴിയില്ല. ഭർത്താവിന്റെ തൃപ്തിയോടെ മരിക്കാൻ കഴിഞ്ഞാൽ അവർക്കാണ് സ്വർഗം. എത്ര പേർക്കതിന് സാധ്യമാകും? സ്വർഗത്തിലെ ഉന്നതരായ സ്ത്രീകളെ പറ്റി പറഞ്ഞ ഹദീസിൽ പറയാണ്, ആ സ്ത്രീകൾ ഏതെങ്കിലും ഒരു കാരണവശാൽ തന്റെ ഭർത്താവിനോട് പിണങ്ങിക്കഴിഞ്ഞാൽ, ഭർത്താവ് അവളോട് പിണങ്ങിക്കഴിഞ്ഞാൽ, അവൾ നേരെ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പറയും, എത്രയിക്കാ നിങ്ങൾ ഇന്ന് എന്നോട് മിണ്ടാതെ ഞാൻ എൻ്റെ കൺപോളകൾ അടക്കൂല. നമ്മളാണെങ്കിൽ എന്താ പറയാ, വേണമെങ്കിൽ മിണ്ടിക്കോട്ടെ, ആർക്ക് വേണമെന്നുള്ള നമ്മളങ്ങ് മാറ്റിക്കളയും. പക്ഷേ സ്വർഗ സ്ത്രീകളുടെ ഉന്നത ഗുണത്തെപ്പറ്റി പറഞ്ഞത്, ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ ഞാൻ പോകൂല എന്ന് പറയുന്ന അവസ്ഥ. ഭർത്താവിന്റെ ശാരീരിക മാനസിക ആവശ്യങ്ങൾ, ഒരു പെണ്ണ് ഒരു ഭർത്താവിന്റെ ശാരീരിക ആവശ്യങ്ങളെ ഒരു കാരണവുമില്ലാതെ നിഷേധിച്ചുകൊണ്ടാണ് ഒരു രാത്രി കടന്നുറങ്ങുന്നതെങ്കിൽ, നേരം വെളുക്കുന്നത് വരെ മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കും. കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നമാണത്. അനുവാദം ചോദിക്കാതെ പുറത്തിറങ്ങി ഉലാത്തുന്നവരുണ്ടോ? അവൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ കാരുണ്യത്തിന്റെ മാലാകമാർ പോലും അവളെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഹദീസ്. സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന പെണ്ണിനോട് പോലും നിന്റെ ഭർത്താവിന്റെ അനുവാദത്തോടെ അത്രമാത്രം ഗൗരവത്തോടെ പറഞ്ഞതാണെങ്കിൽ ആ ഭർത്താവിനെ പരിഗണിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കി. ഏറ്റവും വലിയ ഉദാഹരണം സദസ്സിലിരിക്കുന്ന സ്ത്രീകളോട് പറയാം, ഒരൊറ്റാളെ പഠിച്ചാൽ മതി. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ഭാര്യനെ പറ്റി പഠിച്ചാൽ മതി. നിങ്ങൾക്ക് സൗകര്യം നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താലും മതി. ഖദീജ ബീവിനെ ആദ്യമായി കല്യാണം കഴിച്ചു. ഒന്നേ ദിവസം രാത്രി തന്നെ സദ്യയും സൽക്കാരൊക്കെ ഉണ്ടാക്കി. അന്ന് വലിയ നബിയും പ്രവാചകനൊന്നും ആയിട്ടൊന്നുമില്ല. ആ ഇരിക്കുന്ന സമയത്ത് അബൂജഹൽ അടക്കമുള്ള നേതാക്കന്മാര് വരികയാണ്.
വന്നിട്ട് പറഞ്ഞു, അല്ല ഖദീജ, എത്ര ആൾക്കാർ കല്യാണം അന്വേഷിച്ചു, എന്നിട്ട് ഈ ദരിദ്രനായ മുഹമ്മദിനെയാണോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? ആ വാക്കണ് കേട്ടപ്പോ ഖദീജ ബീവിക്ക് പിന്നെ ഈഗോ കോംപ്ലക്സ് ഒന്നും വന്നില്ല, വേണ്ടിയിരുന്നില്ല എന്നൊന്നും തോന്നിയില്ല. ഖദീജ ബീവി വീടിന്റെ ഉള്ളിൽ പോയിട്ട് അന്നുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ പുറത്തേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അബൂജഹലെ, എല്ലാരും നേതാക്കന്മാരൊക്കെ കണ്ടോളി, എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ എന്റെ ഭർത്താവിന് ഇന്ന് കൊടുക്കാൻ പോവാണ്. അവിടെ വെച്ച് കൈമാറിയിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞാനാണ് ദരിദ്ര, എന്റെ ഭർത്താവിന് ഒരിക്കലും നിങ്ങളെ പേര് വെച്ച് വിളിക്കരുത്. നമ്മളെ ഭർത്താവിനെ പറ്റി ഒരു മോശം പേര് കേട്ട അങ്ങനത്തെ അല്ലെങ്കിലും എനിക്കറിയാം മൂപ്പര് മോശക്കാരനാണ് എന്ന രൂപത്തിൽ അത് പിടിച്ചു തൂങ്ങുകയല്ല, മറിച്ച് അതിൽ പോലും തന്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുകയാണ്. കഴിഞ്ഞോ? ഇല്ല. വിവാഹം കഴിഞ്ഞ് കുറെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചപ്പോഴും ആ പ്രയാസ കാലഘട്ടങ്ങളിലൊക്കെ സഹായിക്കാൻ രംഗത്ത് വരികയാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. വഹീന്റെ ആ ഘട്ടത്തിൽ പേടിച്ച് വരച്ച് വീട്ടിലേക്ക് വരികയാണ്. നോക്കൂ നിങ്ങൾ, ഒരു ലഹരിയുടെ കേന്ദ്രത്തിൽ പോയില്ല, വേശ്യാലയത്തിലേക്ക് പോയില്ല, മദ്യപാനത്തിലേക്ക് പോയില്ല, സംഗീതത്തിന്റെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വേണ്ടാത്ത വിനോദങ്ങൾ പലതുമുള്ള മക്കയിൽ നിന്ന് ഒരു വിഷമം പിടിച്ച ഘട്ടത്തിൽ ഓടുകയാണ്. എവിടേക്ക്? ഖദീജയുടെ അടുത്തേക്ക് റളിയല്ലാഹു അൻഹ. അവിടേക്കാ പോയത്. എന്തേ? അവിടെ ചെന്നാൽ എനിക്ക് ആശ്വാസം കിട്ടണം. അപ്പളാ ഭാര്യന്റെ പണിയാവുള്ളൂ. ചെന്ന സമയത്ത് ഖദീജ ബീവി പേടിപ്പിച്ചോ, നിങ്ങൾക്ക് അങ്ങനെ വേണം, ആരാ അവിടെ പോയിരിക്കാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അത് കിട്ടണം, അങ്ങനെ പറഞ്ഞു? അല്ല. അവിടുന്ന് പറയണേ, എന്താ പറ്റി? അല്ല, ഞാനിങ്ങനെ ഗുഹയിലിരുന്നപ്പോ ജിബ്രീൽ വന്നു. അപ്പോ ഖദീജ ബീവിന്റെ വാക്ക്, വേണ്ട കേട്ടോ, വിഷമിക്കണ്ട, വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, അല്ലാഹ് നിങ്ങളെ കൈവടിയൂല, നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന നല്ല മനുഷ്യനാണ്, നിങ്ങൾ അതിഥികളെ ആദരിക്കുന്നവരാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവന്റെ പ്രയാസം നെഞ്ചേറ്റുന്നവനാണ്, നിങ്ങൾക്ക് വിഷമമുണ്ടാകൂല. ഇനി ഇതിനേക്കാൾ വലിയ സമാധാനം എന്താ? വെള്ളം ചോദിച്ചു, സമ്മിലൂനിയ ഖദീജ, സമ്മിലൂനി ഒക്കെ കേട്ടതല്ലേ. കൂടി പൊതച്ചു കൊടുത്തു, ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, കുറെയൊക്കെ കഴിഞ്ഞ് ആശ്വാസമായി. എന്നിട്ട് ഖദീജ ബീവി വറക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിക്കണോ എന്നുള്ള വിഷമം. അതും കഴിഞ്ഞ് നബി തങ്ങൾ നബിയായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രബോധനം ആരംഭിച്ചു. പ്രബോധനം ആരംഭിച്ചപ്പോഴതാ അവിടുന്ന് ബഹിഷ്കരണം ഏർപ്പെടുത്തി. പ്രവാചകനും കുടുംബത്തിനും ഭക്ഷണം കൊടുക്കാൻ പാടില്ല, കച്ചവടക്കാരും ഉണ്ടാൻ പാടില്ല, കച്ചവടക്കാര് സാധനം കൊടുക്കാൻ പാടില്ല, ഈത്തപ്പഴം കൊടുക്കാൻ പാടില്ല, വെള്ളം കൊടുക്കാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും ഇനി ബഹിഷ്കരണമാണ്. അവരോട് ആരെങ്കിലും ഇനി ഡീസന്റായി പെരുമാറിയ അവരൊക്കെ ഗോത്രം വിലക്കുണ്ടാക്കും പറഞ്ഞു. നേരെ പോയി ശഅബു അബീ ത്വാലിബ് എന്ന് പറഞ്ഞ ഒരു കുന്നിന്റെ മുകളില് 3 കൊല്ലം 3 വർഷം എങ്ങനെ ഭക്ഷണം പോലുമില്ല, വെള്ളം പോലുമില്ല, ഇലകൾ ചവച്ചരച്ച് തിന്ന് മൃഗങ്ങൾ കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിച്ച സംഭവം പറയാണ്. ഒരിക്കൽ പോലും നിങ്ങളെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ചരിത്രം വായിച്ചു നോക്കി നിങ്ങള്, അതിലും കടക്കല്ലേ. അതും കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഖദീജ ബീവിക്ക് രോഗം വന്ന് മദീനയ്ക്ക് ഹിജറ പോകുന്നതിന്റെ മുമ്പ് അസുഖം വന്ന് കിടപ്പിലായി. വല്ലാത്ത അസ്വസ്ഥത തോന്നിയപ്പോൾ ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ചിട്ട്, നിങ്ങൾ വിഷമിക്കരുത് ട്ടോ. ഭാര്യ രോഗം പിടിച്ച് വിഷമിച്ച് ബേജാറായി കിടക്കുമ്പോ മാപ്പിളനെ അടുത്തേക്ക് വിളിച്ചിട്ട്, നിങ്ങൾ ഒരിക്കലും ബേജാറാവരുത്, വിഷമിക്കരുത്, ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് അല്ലാഹു നല്ല ഇണകളെയും നല്ല സന്താനങ്ങളെയും തരും. നമ്മുടെ നാട്ടിൽ എന്താ പറയല്, ഞാൻ മരിച്ച കൊക്കിന് ജീവണ്ടെങ്കിൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കരുത് എന്നാ പറയാ. ഇവിടെ പറഞ്ഞ വാക്ക്, ഞാൻ മരിച്ച പടച്ചോങ്ങൾക്ക് നല്ല ഇണകളി നല്ല മക്കളൊക്കെ തരും. അതുകൊണ്ട് ഭാര്യമാർ ഓരോരുത്തർ ചിന്തിക്കാം, ഞാൻ എൻ്റെ ഭർത്താവിനോട് ശരിയാണോ? മാപ്പ് ചോദിക്കാനുണ്ടോ? ക്ഷമ ചോദിക്കാനുണ്ടോ? പൊരുത്തപ്പെടിക്കാനുണ്ടോ? കഴിഞ്ഞുപോയ കാലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചാലും എത്രത്തോളം എന്ന് വെച്ചാൽ എത്രയോ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിച്ചിട്ട് പോലും പിണക്കത്തോടെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവസാനം വിഷമത്തോടെ കരഞ്ഞു പോയ രംഗങ്ങളുണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ദിവസം അതാ ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു പിണക്കമുണ്ടായി. ഏറെ വിഷമത്തോടെ പറയാം, ആ പിണക്കം അങ്ങനെ ഒന്നാമത്തെ ദിവസം അവർ ജോലിക്ക് പോവുകയാണ്. വൈകുന്നേരം ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു, വെള്ളം വെച്ചു കൊടുത്തു, ഭക്ഷണം വെച്ചു കൊടുത്തു, തോർത്തുമുണ്ടെടുത്തു കൊടുത്തു. ഒരിക്കലും നിങ്ങൾ പോയി കുളിച്ചോളൂ, നിങ്ങൾ ഇതാ ഇത് കഴിച്ചോളൂ, ഇത് കുടിച്ചോളൂ പറഞ്ഞില്ല. കാരണം എന്തേ? അവര് പിണക്കത്തിലാണ്, മിണ്ടിയില്ല.
രണ്ടാമത്തെ ദിവസവും വീണ്ടും പിണക്കത്തിലാണ്. ജോലിക്ക് പോകണ്ടേ, സംസാരമില്ല, മിണ്ടാട്ടല്ല, എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരേ റൂമിൽ അവർ കിടക്കുന്നുണ്ട്. മൂന്നാമത്തെ ദിവസവും ഇതുപോലെ ജോലി കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വീടെത്താൻ ഒരു 500 മീറ്റർ, 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു. ആ മനുഷ്യനതാ അവിടെ വെച്ചുകൊണ്ട് മരിക്കുകയാണ്. പിന്നീട് ഭാര്യയുടെ അടുക്കലേക്ക് വരുന്നത് കഫൻ പുടവയിൽ ചുറ്റിപ്പൊതിഞ്ഞ ആംബുലൻസിന്റെ സൈറണുകളുമായിട്ട് ഒരാൾ കടന്നു വരികയാണ്. അത് ജനാസയായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഭാര്യ മക്കയിൽ ഉംറക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നത്, എനിക്കെന്റെ ഭർത്താവിനോട് പൊരുത്തം മേടിക്കാൻ, തൃപ്തിപ്പെടുത്താൻ സാധിച്ചില്ല, ഞാൻ എന്ത് തൗബയാണ് ചെയ്യേണ്ടത്? മനുഷ്യന്മാരെ കാര്യത്തിലുള്ളൂ. രാവിലെ പോയോൻ എങ്ങനെ തിരിച്ചു വരാന്ന് പറയാൻ കഴിയില്ല. وكم من سليم مات من غير علة وكم من سقيم عاش حين من الدهر. എത്രയോ രോഗികളായ ആളുകൾ വർഷങ്ങളോളം ക്യാൻസറുമായി, കിഡ്നിയുമായി, ഡയാലിസിസുമായിട്ടൊക്കെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ എത്രയോ രോഗമില്ലാത്തവർ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകുന്നു. നമ്മൾ ചിന്തിക്കണം. ഇന്ന് കണ്ട വ്യക്തിനെ നാളെ കാണാൻ പറ്റുമോ? എന്തിനാ പള്ളിയിൽ വന്ന് ഫിത്ന ഉണ്ടാക്കുന്നത്? എന്തിനാ വെറുതെ ദേഷ്യം വെച്ച് സംസാരിക്കുന്നത്? എന്തിനാ കാണുന്നവരോട് മുഴുവൻ വെറുപ്പുമായി നടക്കുന്നത്? ഇന്ന് കണ്ടോനെ അടുത്ത സമയം കാണാൻ പറ്റുമോ? നമ്മുടെ ഒരു സഹോദരന്റെ പിതാവ് രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങാടി പോയി സാധനങ്ങൾ മേടിച്ച് അദ്ദേഹം അങ്ങാടിയിലായി ഒറ്റക്ക് പോയി എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് എന്തോ ഒരു പ്രയാസം തോന്നി. അദ്ദേഹം സ്വമേധയാ ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ മേടിച്ച് ഡോക്ടറെ കണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലൊന്നും അങ്ങ് കിടന്നു. 15 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുന്നത് മയ്യിത്തെന്നാണ്. ഒരു സുബ്ഹ് നമസ്കരിച്ച മനുഷ്യൻ ളുഹറിന്റെ മുമ്പ് പള്ളിക്കാട്ടിലാണ്. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ സുഹൃത്തുക്കളെ ഒന്ന് ആലോചിക്കുക. ഓരോ കുടുംബത്തിലും ജീവിച്ച ഓരോരുത്തരിങ്ങനെ പടിയിറങ്ങി പോകുമ്പോ മട്ടും മണിമാളിക വിട്ട് ഒറ്റക്കോരോ യാത്ര പോണം, കൂട്ടുകുടുംബവുമില്ല, നിൻ പണവും പ്രതാപവുമില്ല. എത്ര ഉണ്ടെങ്കിലും നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും നമ്മൾ കൊണ്ടുപോണില്ല. നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫോണൊക്കെ വേറെ ആളെ കയ്യിലാണ്. ഇന്നലെ ഒരു സഹോദരൻ അതേപോലെ കരുന്നച്ചിയിലെ പോലെ മഞ്ചേശ്വരം എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു ഭാഗത്ത് അദ്ദേഹം ഫോൺ വിളിക്കുക. 3 ദിവസം മുമ്പ് വിളിച്ചിട്ട് ഒരു ഡേറ്റ് തരാൻ പറ്റുമോ, ഞങ്ങളെ നാട്ടിലൊരു പ്രസംഗം വെക്കാനാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നത് മരുമകനാണ്, മകളെ കെട്ടിയ ഭർത്താവ്. അദ്ദേഹം ഫോണിൽ വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ടൊരു സംസാരം കണ്ടപ്പോൾ എന്നെ വിളിക്കുകയാണ്, നിങ്ങളോട് 3 ദിവസം മുമ്പ് സംസാരിച്ച ആ മനുഷ്യൻ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു, ആ ഡേറ്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൻ്റെ ഇനിയുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിച്ചാൽ മതി. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എത്ര സംഭവങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. ഏത് കുടുംബത്തിലായാലും ഏത് ജോലിക്കാരനായാലും ഒരു ദിവസം അവിടെ നിന്ന് പടിയിറങ്ങേണ്ടവരാണ്. 6 അടി മണ്ണിൽ പള്ളിക്കാട്ടിൽ നമ്മളെയൊക്കെ കൊണ്ടുപോയി വെക്കേണ്ടവരാണ്. ഒരു വാപ്പയും ആരുടെയും കബറിലേക്ക് വന്നിട്ടില്ല, ഒരു മകനും വരില്ല, ഭാര്യ വരൂല, ആരും വരാനില്ലാതെ ഒറ്റക്ക് നമ്മൾ ആ കബറിൽ പോയി കിടക്കേണ്ടവരാണെന്ന ചിന്ത കൂടെ ജീവിക്കുമ്പോ വേണം. മരിച്ചു കഴിഞ്ഞിട്ട് ഭാര്യയെ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല, ജീവിക്കുമ്പോ സ്നേഹിക്കാൻ കഴിയണം. മരിച്ചു കഴിഞ്ഞ് ഞാൻ ഇദ്ദയിലാണെന്ന് പറഞ്ഞ് വിഷമിച്ച് കരയുന്ന ഭാര്യമാരെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്നേഹിക്കാതെ, തലോടാതെ, ചുടുചുംബനങ്ങൾ കൊടുക്കാത്ത, മാനസിക ശാരീരികമായ സുഖങ്ങൾ കൊടുക്കാത്ത ഒരു ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയ പെണ്ണ് എത്ര ഇദ്ദയിരുന്നാലും ആ കറകൾ തീരൂല, ആ കറ തീരൂല, ആ വിഷമങ്ങൾ തീരൂല. ശരിക്കാലോചിക്കുക. മനുഷ്യരെല്ലാം കുടുംബമായി ജീവിച്ചു കൊണ്ടിരിക്കുക. ഞാൻ അവസാനിപ്പിക്കുക. രണ്ട് കാര്യങ്ങൾ. മനുഷ്യരെല്ലാം കുടുംബമായി ഇങ്ങനെ ഒത്തൊരുമയോടെ ജീവിച്ചു കൊണ്ടിരിക്കാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കുടുംബം. കൈവിട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. എന്തിനാ കഷ്ടപ്പെടുന്നത്? കുടുംബം ജീവിക്കാൻ. എന്തിനാ ഗൾഫ് പോണത്? ഭർത്താവിനെ, ഭാര്യനെ, കുടുംബത്തെ, മക്കളെയൊക്കെ വിട്ട് എല്ലാവരും വിട്ട് എന്തിനാ ഗൾഫ് പോണത്? കുടുംബം നോക്കാൻ വേണ്ടിയാണ്. ശരി എങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ നാളെ പരലോകം സംഭവിക്കുകയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. പരലോകം സംഭവിക്കുമ്പോൾ വാപ്പാൻ്റെയൊക്കെ മക്കൾ ഓടും.
ഭാര്യയെ വിട്ടൊഴിയും, സഹോദരന്മാരേക്ക് ഓടി ഒളിക്കും, ആർക്കും ആരെയും വേണ്ട. എനിക്ക് എൻ്റെ കാര്യം, അവനവന്റെ കാര്യം. അങ്ങനെ ഒരു ദിവസം നമ്മളെ പറ്റി മാത്രം ചിന്തിക്കുന്നൊരു ദിവസം. എന്തേ താടി വെക്കാത്ത? ഭാര്യക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും പള്ളി പോകാത്ത? അല്ല, വാപ്പിയമ്മയൊക്കെ പറഞ്ഞപ്പോ ആ പള്ളിക്കൊന്നും പോണ്ട. അല്ല, നിങ്ങളിപ്പോ ദീനിൽ സംഘടനാ പ്രവർത്തനങ്ങൾ കാണാറില്ലല്ലോ. അല്ല, ഇക്കാക്ക് പറഞ്ഞു ഇതിനൊന്നും നിൽക്കണ്ട. ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എല്ലാതും ത്യജിച്ച് നടന്ന നമ്മൾ അവസാനം പറയണം, ഓരോരുത്തരും അവനവനെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അവസാനിക്കൂല. അത് കഴിഞ്ഞ് മനുഷ്യനെ പറ്റി പറഞ്ഞല്ലോ, ആ മനുഷ്യൻ അതാ അവിടെ അതാ നാളെ പരലോകത്ത് സ്വർഗ നരകത്തിന്റെ മുമ്പിലേക്ക് വരിക. നരകം ഇങ്ങനെ ആളിക്കത്തിച്ച് കൊണ്ടുവരികയാണ്. തഗയ്യുദം വസഫീറ, ഭയങ്കര ഗർജന ഇങ്ങനെ കേൾക്കാൻ സാധിക്കും. വലിയ വിദൂരത്തു നിന്നാണ് അത് കൊണ്ടുവരികയാണ്. 70 വർഷം മുകളിൽ നിന്നൊരു കല്ലങ്ങ് താഴേക്കിട്ടാൽ അത് എത്താൻ 70 കൊല്ലം പിടിക്കുകയാണ്. വല്ലാത്തൊരു ലോകമാണ് നരകം. അതികഠിനമായൊരു ദാഹമാണ് അതിലുള്ളത്. പതക്കുന്ന ചീഞ്ചലമാണ് അതിൽ കുടിക്കുന്നത്. അണപ്പല്ല് ജബലുഹദോളവും സാമ്യമുള്ളതാ. അതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ ദയ്യാനേ, അതിനായി ദുആ ചെയ്യുന്നു യാ ഹന്നാനേ. സഹിക്കാൻ കഴിയാത്ത നരകം, ആർക്കും സഹിക്കാൻ കഴിയാത്ത നരകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കൊണ്ടുപോയി കാണിക്കപ്പെട്ട രംഗം പറയാം. ഞാൻ നരകത്തിന്റെ മുമ്പിലെത്തി. എത്തി നോക്കിയപ്പോൾ ഞാൻ എൻ്റെ മുഖം അങ്ങോട്ട് പിറകോട്ട് വലിച്ചു. നബി പറയാ, ദുനിയാവിലെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടാണ് ഞാൻ അവിടെ കണ്ടത്. സഹിക്കാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, സാധാരണ ഏതൊരു ചൂടാണെങ്കിലും, എത്ര ആളിക്കത്തുന്ന തീയാണെങ്കിലും വെള്ളമൊഴിച്ചാൽ അല്ലെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞാൽ അത് കുറഞ്ഞു വരുമല്ലോ. കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ. നരകം എപ്പോഴെങ്കിലും ഒന്നിങ്ങനെ കുറഞ്ഞു വന്നാൽ അല്ലാഹ് അതിനെ വീണ്ടും ആളി കത്തിക്കും. പിന്നെ നമ്മൾ വിചാരിക്കും ഈ തൊലി അങ്ങോട്ട് കരിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. ബദ്ദൽനാഹും ജുലൂദാ. ആ തൊലി അങ്ങ് കത്തിക്കരിഞ്ഞാൽ പുതിയ തൊലി അങ്ങ് കൊടുക്കും, ശിക്ഷ ശരിക്കനുഭവിക്കാൻ. സഹിക്കവയ്യാതെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് നരകത്തിന്റെ മലക്കുകളുടെ അടുക്കൽ വന്നിട്ട് പറയും, ഞങ്ങൾക്ക് കുറച്ചു സമയത്തേക്കൊന്ന് പുറത്ത് കടക്കാൻ പറ്റുമോ? ഇന്റർവെല്ല് തരുമോ? ഒരു ബ്രേക്ക് തരുമോ? കുറച്ചൊന്ന് പുറത്തു പോയിട്ട്. മലക്കുകൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് താക്കീത് വന്നില്ലേ? നിനക്ക് ഖുർആൻ കിട്ടിയില്ലേ? വയലുകൾ കേട്ടില്ലേ? കിതാബുകൾ ഉണ്ടായില്ലേ? എത്ര സ്രോതസ്സുകൾ ഉണ്ടായിരുന്നു, നിനക്ക് കിട്ടിയില്ലേ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. ശരിയാണ്, ഞങ്ങൾ കേട്ടിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, പക്ഷെ ഞങ്ങൾ അതൊക്കെ നിഷേധിച്ചു. അതൊക്കെ ഉസ്താദ്മാര് വയലിന് ഇങ്ങനെ രസത്തിന് പറയണ സംഭവമല്ലേ, നമ്മളതൊന്നും വലിയ കാര്യമാക്കിയില്ല. അങ്ങനെ നരകത്തിന്റെ അവസ്ഥയിൽ പെടുകയാണ്. അവിടെ സഖർ എന്ന നരകത്തിന്റെ ആഴമേറിയ ഭാഗത്ത് കിടക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, എന്താടാ നിങ്ങളൊക്കെ സഖറിൽ എത്താനുള്ള കാരണം? സ്വർഗ്ഗക്കാർ ചോദിക്കുക. ഖാലു, അവര് പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു പ്രശ്നം ഗൗരവം ഉണ്ടായിരുന്നില്ല. സ്കൂളിലായിരുന്നു, കോളേജിലായിരുന്നു, സോക്സ് എടുത്തിരുന്നില്ല, ഞങ്ങൾ നീച്ചു മൂത്രം വെച്ചപ്പോൾ അവിടെ പാൻറ്റുമായി, ഇങ്ങനെ ഓരോരോ കാരണം പറഞ്ഞ് നമ്മളിങ്ങനെ കളിക്കുക നിസ്കാരം വെച്ച്. ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കൂല. വീട്ടിൽ എത്ര തട്ടിക്കളിച്ചാലും കൊണ്ടുപോയി തെങ്ങിന്റെ ചോട്ട് കിട്ടാലും ആർക്കും വേണ്ടാതെ വലിച്ചെറിഞ്ഞാലും ശരി, ഒരു സാധുവിന് ഞങ്ങൾ ഭക്ഷണം കൊടുക്കൂല. നാട്ടിൽ പല തോന്നിവാസങ്ങളും വൃത്തികേടുകളും നടന്നിരുന്നു, ഞങ്ങൾ അതിലൊക്കെ മുഴുകിയിരുന്നു. ഞാൻ ഉദാഹരണത്തിന് ഒന്നും പോണില്ല, ഞങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് വായിക്കുക, സൂറത്തുൽ മാരിജ് ഒക്കെ എടുത്ത് വായിക്കുക. കൃത്യമായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചിരുന്നുണ്ട്. നാട്ടിൽ പല തോന്നിവാസം ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിലൊക്കെ മുഴുകിയിരുന്നു. ഞങ്ങൾ പരലോകത്തിനെ നിഷേധിക്കുകയായിരുന്നു. ആ പിമ്മി കുറെ പറയണൊക്കെ ഉണ്ട്, വയലും ഹുത്തുബയൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഈമാൻ കേറിയില്ല. ഇത് അവിടെ വെച്ച് പറയുമെന്ന് ഞാൻ അവസാനിപ്പിക്കുക. പരലോകത്ത് വന്നുകൊണ്ട് അവസാനം നരകം ഇങ്ങനെ കൊൺമുമ്പിൽ കണ്ണ് കാണിക്കുന്ന സമയത്ത് പാപികളായി, കുറ്റവാളികളായി, ദ്രോഹികളായി, വാലിമീങ്ങളായി എത്തി ഇനി ഞാൻ ഈ നരകത്തിലാണെന്ന് അവന് തോന്നിയാൽ
യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമീദിൻ ബിബനീ. കുറ്റവാളിയായ മനുഷ്യർ അന്ന് ചിന്തിക്കും, അവരാഗ്രഹിക്കും, അവർ കൊതിക്കും, അവർ വന്നിട്ട് പറയും, എത്രേ ലൗ യഫ്തദീ മിൻ അദാബി യൗമീദിൻ ബിബനീ. ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോനെത്തരാ, എൻ്റെ മോളെത്തരാ, ഞാൻ താരാട്ടുപാടിയ എൻ്റെ മക്കളെത്തരാ, ഞാൻ ഒരുപാട് കാലം ഒരുപാട് ഉറക്കമൊഴിച്ച് വളർത്തി സ്നേഹിച്ച് ലാളിച്ച എൻ്റെ പൊന്നും മക്കളെത്തരാം. എന്നെ നരകത്തുനിന്ന് രക്ഷിക്കാൻ പറ്റുമോ? എൻ്റെ മക്കളെ കൊണ്ടുപോയിക്കോളൂ, എനിക്ക് പ്രശ്നമില്ല, എൻ്റെ മക്കളെടുത്തോളൂ, എനിക്ക് വേണ്ട. വസാഹിബതിഹി വഅഖീ. കല്യാണം കഴിഞ്ഞത് മുതൽ എൻ്റെ ശരീരത്തിന്റെ ചൂരും ചൂടും പങ്കുവച്ച, എൻ്റെ എല്ലാ സർവ്വ സ്വകാര്യതകളും അറിഞ്ഞ, വർഷങ്ങളോളം ഒത്തൊരുമിച്ച് ജീവിച്ച എൻ്റെ പ്രിയതമയെ തരാം, എന്നൊന്ന് രക്ഷിക്കാൻ പറ്റുമോ? വഅഖീ. എൻ്റെ ഉമ്മാന്റെ ഉദരത്തിൽ വളർന്ന് എൻ്റെ ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ച് ഒരേ മുറ്റത്ത് കളിച്ചുല്ലസിച്ച, ഒരേ പായയിൽ കിടന്നുറങ്ങിയ എൻ്റെ പൊന്നാര ഇക്കാക്കമാരാനിയന്മാരെ തരാ, അവരൊന്നും എനിക്ക് വേണ്ട, അവരെ വേണമെങ്കിൽ നരകത്തിലിട്ടോ, എന്നെ രക്ഷിക്കാൻ വല്ല വഴുപ്പുമുണ്ടോ? എനിക്ക് പല കുടുംബ പ്രശ്നങ്ങളും വന്നപ്പോ എന്നെ സഹായിച്ച അമ്മാവന്മാര്, എളാപ്പമാര്, മൂത്താപ്പമാര്, അമ്മോശനമ്മായിമ്മ പലരുമുണ്ട്. എൻ്റെ കുടുംബക്കാരെ മുഴുവൻ ഞാൻ തരാം, എന്നെ രക്ഷിക്കാൻ വഴിയുണ്ടോ? തീർന്നില്ല. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജിഹി. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെ തരാം, എന്നൊന്ന് രക്ഷിക്കാൻ പറ്റുമോ? ഇത്രയും ആൾക്കാരെ ഞാൻ തരാൻ തയ്യാറാണ്. അള്ളാന്റെ മറുപടി കല്ലാ, അതൊന്നും വേണ്ട, അതുകൊണ്ടൊന്നും കാര്യല്ല, അതൊന്നും വേണ്ട. ഇന്നഹാ ലളാ നസാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ. സൂറത്തുൽ മആരിജിന്റെ 2-ാമത്തെ പേജ് എടുത്ത് വായിച്ചു നോക്കുക. ഞാൻ ചുരുക്കി പറയാം. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, പരലോകത്ത് നാളെ സ്വർഗത്തിൽ എത്തിപ്പെടലാണ് നമ്മുടെ ലക്ഷ്യം. ഈ പറഞ്ഞ വിലാപങ്ങളും അവിടെ വെച്ച് ആർത്തട്ടഹാസങ്ങളും അവിടെ വെച്ച് പൊട്ടിക്കരച്ചിൽ കൊണ്ടോ എത്രത്തോളം എന്ന് വെച്ചാൽ ഖുർആൻ പറയാണ്, കാഫിരീങ്ങളായ ആളുകൾ ഇങ്ങനെ ഓരോ ശിക്ഷകൾ കാണുമ്പോൾ പറയും, അത്രേ അല്ലാഹ്, ഞങ്ങൾക്ക് ഇതൊക്കെ സംഭവമൊക്കെ മനസ്സിലായി, ഞങ്ങൾ ഈ ഭൂമി നിറച്ച് സ്വർണം കൊടുന്നേരാ, ഒന്ന് രക്ഷിച്ച് നരകത്തിലേക്ക് നിന്ന് മാറാൻ വല്ല വകുപ്പുണ്ടോ? ഭൂമി നിറച്ച് സ്വർണം തരാ, ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ പറ്റുമോ? വിടൂല പടച്ചറബ്. അതുകൊണ്ട് അവിടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി ദീനിയായി ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവലാണ് തഖ്വയുള്ള കുടുംബത്തിന്റെ മാനദണ്ഡം. ഒരുമിച്ച് നമ്മളൊക്കെ എന്ത് കേസ് ടൂർ പോകുമ്പോൾ ഒരുമിച്ചാ പോവാ. വെള്ളിയാഴ്ച ജുമാക്ക് നമുക്ക് പോയിക്കൂടെ? ദീനി ക്ലാസ്സുകൾ പങ്കെടുത്തൂടെ? എല്ലാ കാര്യത്തിലും നമ്മുടെ കുടുംബത്തിനൊരു പരിഗണന ഉണ്ടാവുക, അവർക്ക് ദീന് കേൾക്കാൻ പഠിക്കാൻ അവസരം ഉണ്ടാവുക. സന്തോഷത്തിന്റെ ഇസ്ലാം അനുവദിച്ച സന്തോഷങ്ങൾക്ക് അവർക്ക് അവസരം കൊടുക്കുക. കുടുംബജീവിതം ഒരു അസ്വാരസ്യത്തിന്റെ, നൈരാശ്യത്തിന്റെ, ദുഃഖഭാരത്തിന്റെ ഒന്നല്ല എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് മാതൃകാപരമായി നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധ്യമാകുന്ന ഗുണങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബജീവിതത്തിൽ എല്ലാ ഖൈറും ബറകാത്തുകളും നൽകുമാറാകട്ടെ. തഖ്വയുള്ള ഒരു ജീവിതം നമ്മുടെ എല്ലാ മേഖലകളിലും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ബന്ധുക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആശുപത്രി കിടക്കകളിൽ, ICUകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധി രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഇവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ പ്രദാനം ചെയ്യണമേ. ഒരുപാട് മാനസിക ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അല്ലാഹുവേ നീ അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണമേ. ഞങ്ങളുടെ മക്കളിലൂടെ കൺകുളിർമ ഉണ്ടാക്കി തരണമേ. അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിലൂടെ സന്തോഷം ഉണ്ടാക്കി തരണമേ. ഞങ്ങളുടെ ജോലിയിൽ, കച്ചവടത്തിൽ, വരുമാനത്തിൽ, കൃഷിയിൽ, ശമ്പളത്തിൽ അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.